ഏത് ഉപതെരഞ്ഞെടുപ്പ് വന്നാലും മാപ്രകൾ ഉന്നയിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഏത് ഉപതെരഞ്ഞെടുപ്പ് വന്നാലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വന്നാലോ ഉടനടി ഇവർ ചോദിക്കുന്ന ആ ചോദ്യം ഇക്കുറിയും ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്താണെന്നൊന്ന് കേട്ടെ. അരുൺകുമാർ, അവിടെ അരുൺകുമാർ, തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, പാലക്കാട് പല മടങ്ങായിട്ട് UDFന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. ചേലക്കരയിൽ നിങ്ങളുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതൊരു സിറ്റിംഗ് സീറ്റാണ് LDFനെ സംബന്ധിച്ച്. ഇവിടെ അവകാശപ്പെടുന്ന 20,000 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF സ്വന്തമാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം, പിണറായി 3.0 എന്ന നറേറ്റീവ് പൊളിഞ്ഞു വീഴും. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അടക്കം പ്രതികൂലമായി ബാധിക്കും. ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണെന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? കേരളത്തിലെ ജനവികാരം എന്ത് എന്നറിയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പും കേരളത്തിലെ ജനവികാരം, കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും നിലമ്പൂർ. ഭരണവും വിലയിരുത്തപ്പെടും. ഞങ്ങൾ അങ്ങനെയാണ് മത്സരിക്കുന്നതെന്ന് പറയാനുള്ള കോൺഫിഡൻസ് LDFനുണ്ടോ? അതിലേക്ക് ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു, അതുപോലെ തന്നെ ഭൂരിപക്ഷം കൂട്ടുന്നു മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്നതാണ് ആദ്യത്തെ ചർച്ചാ വിഷയം. കേട്ടല്ലോ, ഇത് സർക്കാരിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആകുമോ? ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? ഇത് സെമി ഫൈനൽ പോരാട്ടമാണ്.